നമസ്കാരം. പ്രധാന വാർത്തകൾ. ഏക സിവിൽ കോഡിൽ CPM സെമിനാർ വൈകിട്ട് കോഴിക്കോട്. സീതാറാം യെച്ചൂരി ഉദ്ഘാടനം ചെയ്യും. സമസ്ത അടക്കമുള്ള മുസ്ലിം ക്രൈസ്തവ പ്രതിനിധികൾ പങ്കെടുക്കും. സെമിനാറിൽ EP ജയരാജനെ ചൊല്ലി വിവാദം. സെമിനാറിൽ നിന്ന് വിട്ടുനിൽക്കുന്നുവെന്ന ആരോപണം. ആരെയും പ്രത്യേകം ക്ഷണിക്കേണ്ടതില്ലെന്ന് MV ഗോവിന്ദൻ. മാധ്യമങ്ങൾ വിവാദമുണ്ടാക്കുകയാണെന്ന് AK ബാലൻ. KSRTC മേധാവിക്ക് മടുത്തു. അവധിയിൽ പോകാൻ നീക്കം. പ്രതിസന്ധി വൈകിട്ട് ഫേസ്ബുക്കിലൂടെ ജനങ്ങളോട് വിശദീകരിക്കും. തൊഴിലാളികളുടെ നിസ്സഹകരണം കോർപ്പറേഷനെ ബാധിക്കുന്നുവെന്ന് ബിജു പ്രഭാകർ. തൃക്കാക്കര നഗരസഭയിൽ UDF-ന് തിരിച്ചടി. ലീഗ് വൈസ് ചെയർമാനെ ലീഗുകാർ തന്നെ പുറത്താക്കി. 3 ലീഗ് അംഗങ്ങൾ പ്രതിപക്ഷ അവിശ്വാസത്തെ പിന്തുണച്ചു. തൃശൂരിൽ സ്കൂട്ടറിൽ 3 പേരുമായി കുട്ടിക്കൂട്ടം. സ്കൂട്ടർ ഉടമയായ അമ്മയ്ക്ക് 1,00,000 ലക്ഷം രൂപ പിഴയിട്ട് കോടതി. പിഴ അടച്ചില്ലെങ്കിൽ 5 ദിവസം തടവു ശിക്ഷ. പ്രളയക്കെടുതിയിൽ വലയുന്ന ഡൽഹിക്ക് നേരിയ ആശ്വാസം. യമുനാ നദിയിലെ ജലനിരപ്പ് താഴ്ന്നു. വെള്ളം കയറിയ പ്രദേശങ്ങൾ പൂർവ്വസ്ഥിതിയിലെത്താൻ സമയമെടുക്കുമെന്ന് വിലയിരുത്തൽ. ഡൽഹിയിൽ ഇന്ന് യെല്ലോ അലർട്ട്. നേടിവെച്ച അറിവ് ഒരിക്കലും നഷ്ടപ്പെടാൻ പോകുന്നില്ല. നേടിവെച്ച മറ്റ് പല സമ്പത്തുകളും പല രീതിയിൽ നഷ്ടപ്പെട്ടു പോയേക്കും. പക്ഷെ അറിവ് എന്നും നമ്മുടേതായിട്ടിരിക്കുന്നു. കാലത്തിന്റെ കഥാകാരൻ MT വാസുദേവൻ നായർ നവതിയുടെ നിറവിൽ. നിളയുടെ കഥാകാരൻ ആശംസകളുമായി മലയാളം. തൃശൂർ വാഴക്കോട് ആനയെ കൊന്ന് കുഴിച്ചുമൂടിയ സംഭവത്തിൽ പ്രതികൾക്കായി അന്വേഷണം ഊർജിതം. ഒളിവിൽ കഴിയുന്ന തോട്ടം ഉടമ റോയ് അടക്കമുള്ളവരെ കണ്ടെത്താൻ ശ്രമം തുടരുന്നു. റോയ്ക്കായി ഗോവയിൽ അന്വേഷണം ഊർജിതം. പാലക്കാട് ധോണിയിലെ PT7 കാഴ്ച നഷ്ടമായതിൽ ദുരൂഹത ആരോപിച്ച് ആനപ്രേമി സംഘം.